ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് NK പ്രേമചന്ദ്രൻ MP റിപ്പോർട്ടറിനോട്. സർക്കാരിനെതിരായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജനവിരുദ്ധ വികാരങ്ങളെ പെൻഷൻ കൊടുത്തു മാറ്റാമെന്ന വിചാരം സർക്കാരിന് വേണ്ടെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. നാടാകെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മോടൊപ്പം MP NK പ്രേമചന്ദ്രനാണുള്ളത്. നമ്മളെ എപ്പോഴും പറയും, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സെമി ഫൈനൽ ടു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിൽ എത്രത്തോളമാണ് പ്രതീക്ഷകൾ? ഈ പ്രാവശ്യത്തെ കോർപ്പറേഷൻ, മുനിസിപ്പൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ രാഷ്ട്രീയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തും. ഇപ്രാവശ്യം ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. 2020 പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പെർഫോമൻസിനേക്കാൾ ഏറ്റവും ഗംഭീരമായ മുന്നേറ്റമായിരിക്കും ഈ പ്രാവശ്യം UDF നടത്താൻ പോകുന്നത്. അത് കോർപ്പറേഷൻ തലത്തിലും പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലും ആ മാറ്റം നല്ലതുപോലെ ഈ പ്രാവശ്യം പ്രകടമാകും. ജനവിരുദ്ധ നയങ്ങൾ പരമ്പരയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരത്തെ 10,000 കോടി രൂപയുടെ അധികക്ഷേമ പ്രഖ്യാപനങ്ങളിലൂടെ അതിജീവിക്കാമെന്നാണ് പിണറായി വിജയനും കൂട്ടരും കരുതുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് ആദ്യം 25-ൽ തെളിയിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം 26-ൽ കുറച്ചുകൂടി ദൃഢീകരിച്ചത് വ്യക്തമാക്കും. 9.25 വർഷക്കാലം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഭരണകാലാവധി അവസാനിക്കാൻ കേവലം ദിവസങ്ങളും മാസങ്ങളും മാത്രം ബാക്കിയുള്ളപ്പോൾ അത് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കബളിപ്പിക്കൽ തന്ത്രമാണ്, തട്ടിപ്പാണ്. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പക്വതയും ബോധവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. വിഷയം കൂടി ഇപ്പോൾ BLOമാരുടെ സമ്മർദ്ദം കൂടുകയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു മരണം സംഭവിക്കുന്നു, പിന്നീട് വളരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അവർ നേരിടുന്നുണ്ട്. അതിനിപ്പോൾ എന്താണ് നമുക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കും? ഈ തിരക്കിട്ട് ധൃതി പിടിച്ച് തീവ്ര വോട്ടിംഗ് പരിഷ്കരണ പ്രക്രിയ ഇപ്പോൾ നടത്താണ്ട ഒരു കാര്യവുമില്ല, ഒരു ആവശ്യവുമില്ല. എന്തിനാണ് ഈ ധൃതി, എന്തിനാണ് ഈ തിരക്ക്? എൻ്റെ അഭിപ്രായത്തിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കാര്യത്തിൽ വേണം. അതുകൊണ്ട് SIR കാലാവധി നീട്ടണം. സാവകാശം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടപ്പാക്കേണ്ടുന്ന ഒരു സംവിധാനമാണ്. ഈ തിരക്കും ധൃതിയും പിടിച്ച് നടപ്പാക്കുന്നത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ്. നിലവിലെ SIR-ന്റെ സാഹചര്യം, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു MP. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.